ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനം വിപുലമായി ആഘോഷിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കൊച്ചി സൗത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജന്മദിനാഘോഷങ്ങൾ മുൻ KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. വേദിയിൽ മുൻകാല കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കൊച്ചി സൗത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാട്ടിപ്പറമ്പ് NJ ഹാളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനം ആഘോഷിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PP ജേക്കബിന്റെ അധ്യക്ഷതയിൽ മുൻ KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്ത് ഒരു സുദിനമായ നല്ല ഒരു ദിനം നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 139 വയസ്സ് എന്ന് പൂർത്തീകരിക്കുമ്പോൾ 139 വയസ്സെന്നുള്ളത് ഒരു വലിയ പ്രായമാണ്, വലിയ ദീർഘമായ ഒരു പ്രായമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 139 വയസ്സിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുപ്പമാണ്. ആ ചെറുപ്പത്തിന്റെ ഊർജ്ജസ്വലതയോടെ ചുറുചുറുക്കത്തിന്റെ പ്രതീകമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വർഗീയതക്കെതിരെ, ഫാസിസത്തിനെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് മുമ്പോട്ട് പോകുമ്പോൾ, പണ്ട് ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. കോൺഗ്രസിന് തുടക്കം കുറിച്ചത് ആനി ബസന്റാണ്. ആനി ബസന്റ് ഒരു വിദേശ വനിതയായിരുന്നു. അന്ന് കേരളത്തിൻ്റെ CPMന്റെ താത്വികനും ആദ്യത്തെ CPMന്റെ മുഖ്യമന്ത്രിയൊക്കെയായിരുന്ന EMSന്റെ വാക്കുകൾ എന്നും എൻ്റെയൊക്കെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത്, ഏഷ്യാനെറ്റ് എന്നുള്ള TV ചാനൽ 1995 തുടക്കം കുറിക്കുമ്പോൾ EMS വിചാരവേദിയിൽ സംസാരിക്കുന്നു എന്നുള്ള ഒരു ആർട്ടിക്കിൾ തുടക്കം കുറിച്ചപ്പോൾ സീതാറാം കേസരി കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം മാറി സോണിയാഗാന്ധി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയപ്പോൾ അന്നത്തെ EMSന്റെ വാക്കുകളുണ്ട്. വിദേശ വനിതയായ ആനി ബസന്റ് തുടക്കം കുറിച്ച കോൺഗ്രസ് വിദേശ വനിതയായ സോണിയാഗാന്ധിയിലൂടെ നശിക്കുമെന്നാണ് CPM സ്വപ്നം കണ്ടത്. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഷെറിൻ വർഗീസ് കോൺഗ്രസ് പ്രവർത്തനം ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. യോഗത്തിൽ PA ബാബു, AP റോയ്, TW വർഗീസ്, ജെൽട്ടൺ ആന്റണി, MH ഹരീഷ്, ജോഷി ആന്റണി, അവറാച്ചൻ, PA സഹീർ, തോമസ് ഗ്രിഗറി, AC ക്ലാരൻസ്, ശോഭ ജോസഫ്, ജോയ്സ് ബാബു, ആൽബി കണ്ണമാലി, നിക്സൺ കൈതവേലി, പീറ്റർ കണ്ണമാലി, ടെൽമ വിൻസെന്റ്, മോളി വർഗീസ്, ജയമ്മ ജോസി, പേഴ്സി അലോഷ്യസ്, അന്തോണിക്കുട്ടി ജോയപ്പൻ, ബിനു, ബിജു മാത്യു, TA ജോർജ്, ക്ലെമൻ റോബർട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ മുൻകാല കോൺഗ്രസ് പ്രവർത്തകരെ ഷാൾ അണിയിച്ച് ആദരിച്ചു. രണ്ട് കാര്യങ്ങളാണ് നാം ഇവിടെ സംഘടിപ്പിച്ചത്. ഒന്ന്, കോൺഗ്രസിന് വേണ്ടി മുൻകാലങ്ങളിൽ ആവേശത്തോടെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ, അവർ ഇന്ന് പ്രായാധിക്യം വന്നപ്പോൾ അവരെ മറന്നു എന്ന് വരാൻ പാടില്ല. കോൺഗ്രസ്സുകാർ അവരെ എന്നും ഓർക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് അവരെ ഇവിടെ വിളിച്ച് ഞങ്ങൾ നിങ്ങളെ മറന്നിട്ടില്ല എന്നും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പറയാൻ വേണ്ടി ആദരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലിരുന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരോഗ്യത്തോടെ സുഖമായുള്ള ജീവിതം നിങ്ങൾക്ക് ഇനിയും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ന് ഞങ്ങൾ കണ്ണമാലി മണ്ഡലത്തിലുള്ള പ്രായാധിക്യമുള്ള ആളുകളെ ആദരിക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസിന് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വ്യക്തികളാണ്. 1885 ഡിസംബർ 28 കോൺഗ്രസ് ഈ രാജ്യത്ത് രൂപീകൃതമാകുമ്പോൾ ഇന്ന് 139 വയസ്സായി പ്രസ്ഥാനത്തിൽ. 1947 ഓഗസ്റ്റ് 15 ഈ രാജ്യം ഒരു ജനാധിപത്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും കടന്നു വരുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും 77 വയസ്സുമായി. അപ്പോൾ ഈ 77 വയസ്സുള്ള ജനാധിപത്യവും സ്വാതന്ത്ര്യവുമാണ് 139 വയസ്സുള്ള കോൺഗ്രസ് ഈ രാജ്യത്തിന് നേടിക്കൊടുത്തത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ബാല്യവും കൗമാരവും
യൗവനവും എല്ലാം ചെലവഴിച്ചത് ഈ രാജ്യത്ത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചൈനീസ്, മലായി, സ്പാനിഷ് അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിലെ തീരത്തിന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.